മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം. കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് കുറയ്ക്കേണ്ടതുണ്ടോ? വിവാഹപ്രായം വിവേകത്തിന്റെ വഴി, 2ാം ഘട്ടം. കേരള സമ്മിറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. നൈതിക സംവാദത്തിന്റെ എഡിറ്ററും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് പത്മകുമാർ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ജമാഅത്തെ ഇസ്ലാമി കേരള ജനറൽ സെക്രട്ടറി പി മുജീബ് റഹ്മാൻ, നിയമവിദഗ്ധയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് രാജശ്രീ, SFI സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും സെൻട്രൽ കമ്മിറ്റി അംഗവുമായ കുമാരി ചിന്ത ജെറോം എന്നിവർ. ശ്രീ പത്മകുമാർ, വനിതാ കമ്മീഷന്റെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ്: ഇത് മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നം മാത്രമല്ല, 16ാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ ബലാത്കാരങ്ങൾ കുറയും നമ്മുടെ രാജ്യത്ത് എന്ന വിവാദമായൊരു പ്രസ്താവന അവർ തൊട്ട് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അതും ശ്രീ ഫൈസിയുടെ അഭിപ്രായം കൂടി ചേർത്ത് വെച്ച് വായിക്കാൻ സാധിക്കും. അല്ല, അത് നമ്മുടെ നാട്ടിലെ ഇത്തരം സ്ഥാനമാനങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകൾ എന്ത് വിവരക്കേടും പറയുന്ന കാലമാണ്. എനിക്കിതിനകത്ത് ഒരു ഉദാഹരണം തോന്നുന്നത് ഇമ്രാന എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയുടെ അനുഭവമാണ്. ഇന്ത്യ രാജ്യത്ത് ജനിച്ച ഇമ്രാന എന്ന് പറയുന്ന യുവതി ഉപ്പൂപ്പായുടെ പ്രായമുള്ള തൻ്റെ ഭർത്തൃപിതാവിൽ നിന്ന് ബലാത്സംഗത്തിന് വിധേയമായി. അന്ന് പ്രാദേശിക ഈ മഹല്ല് സംഘടനകളും പ്രാദേശിക മുസ്ലിം സംഘടനകളും പറഞ്ഞ പരിഹാരം എന്താണെന്നറിയാമോ? അയാളെ വിവാഹം കഴിക്കട്ടെന്നാണ്. പക്ഷെ കോടതി 10 വർഷം തടവ് കൊടുത്തു. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞ അദ്ദേഹം ശ്ലാഘിച്ച ആ സംഘടന പറഞ്ഞത് അയാളെ ജയിലിലേക്ക് വിടണമെന്നാണ്. ഇതാണ് പ്രശ്നം, സമീപനത്തിൻ്റെയാണ്. ഇവിടെ നിയമം അവർ പറയുന്നതിൻ്റെ അപകടം എന്താ? അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, സാമൂഹിക യാഥാർത്ഥ്യം. സാമൂഹിക യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ അതിനകത്ത് എത്ര? 2%. ഇപ്പം ഒരു രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷത്തെ ബാധിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും വിഷയങ്ങളാണ് അതിൽ കടന്നു വരുന്നത്. അങ്ങനെയാണ് ഒരു നിയമം ഒരു രാജ്യത്ത് രൂപപ്പെടുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു പിതാവ് മരിക്കാൻ പോന്നു, അദ്ദേഹത്തിന് പണം പിരിച്ച് നല്ല ചികിത്സ കൊടുത്ത് ജീവൻ നിലനിർത്തിയാൽ പോരെ? പെണ്ണിനെ കെട്ടിക്കുക വേണ്ടത്? അപ്പം അവിടെ അങ്ങനെ കെട്ടിക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ ആരാണ് മറുപടി പറയുക? നമ്മുടെ കേരളത്തിൽ എന്തിന് അദ്ദേഹം പറഞ്ഞ് ദേശീയ വനിതാ സംഘടനയുടെ, കേരളത്തിലെ ഒരു വനിതാ സംഘടനയുടെ പ്രതിനിധിയും ഒരു ലേഖനം എഴുതുകയോ ന്യായീകരിക്കുകയോ ചെയ്തു 16 വയസ്സ് വിവാഹം കഴിക്കണമെന്ന്. അപകടകരമായ ഇത്തരം പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രമാത്രം സാമ്രാജ്യത്വവുമായി പോലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം എന്താ? ഒരാണ് പെണ്ണിനെ നോക്കും, സ്വാഭാവികം, സംഭവിച്ചേ തീരും. നമ്മുടെ പഴയ തകഴികൃതികളൊക്കെ വായിച്ചാൽ ഇതിന് സാധൂകരണമുണ്ട്. പെണ്ണിനെ നോക്കും, ആണിനെ നോക്കും, ചിരിക്കും. അത് അങ്ങനെ തന്നെ പോവും. അവർക്ക് വിടുക, അത് അവർ കൈകാര്യം ചെയ്തോളും. പക്ഷെ വിഷയം അതല്ല, അത് അവരെ തളച്ചേ പറ്റൂ എന്നുള്ള നിലയിലുള്ള ഡിഗ്രി പാസ്സാക്കുന്ന സമീപനമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അത് ഞാൻ ഭയക്കുന്നത്, ഞാൻ വേദനിക്കുന്നത്, ഒരു മതേതര സമൂഹത്തിൻ്റെ അസ്ഥിവാരം തകർക്കുന്നതിലേക്ക് ഈ കല്ലുകൾ സഹായിക്കുമെന്നുള്ള നിലയിലുള്ള ദുരന്തത്തിന് വഴിവെക്കുമെന്നാണ് എൻ്റെ ഭയം. അനിവാര്യത ഉണ്ടെങ്കിൽ ആ അനിവാര്യതയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള വിവാഹം നടക്കുന്നുണ്ടല്ലോ, ഏറെ നടക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട്, അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്ക് എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ടോ? 16 വയസ്സിൽ വിവാഹപ്രായം എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 16ാമത്തെ വയസ്സിൽ അവർക്ക് വോട്ടവകാശം കൊടുക്കേണ്ടതുണ്ടോ? വേറൊരു ഘടകം. അതുമല്ല, ഈ 16 വയസ്സെന്ന് പറയുന്നത് എടുത്തിയാട്ടത്തിൻ്റെ പ്രായമാണ്. ഈ എടുത്തിയാട്ടത്തിൻ്റെ പ്രായത്തിൽ അവളുടെ അവിവേകമായ പ്രവർത്തിക്ക് വിവാഹമല്ല മറുമരുന്ന്, വിവാഹമാണെന്ന് മറുമരുന്ന് അംഗീകരിക്കുന്നുണ്ടോ? നമ്മളോട് പറഞ്ഞ ആ മൊത്തം സാഹചര്യങ്ങളെ വിശദീകരിക്കേണ്ടത് ഇവിടെയല്ല. മറ്റൊന്ന്, കേരളത്തിൽ നടന്ന ചില വളരെ ചെറിയ, വളരെ ന്യൂനമായ റെയർ കേസുകളാണ് നേരത്തെ സൂചിപ്പിച്ച ആ വിഷയം. അതിലൊക്കെ സംഘടനകൾക്കല്ല, മതത്തിന് തന്നെ നിയമമുണ്ട്. മതം സ്ത്രീവിരുദ്ധമായ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ചെയ്തികൾ ചെയ്താൽ അതിനെതിരെ മതം പറഞ്ഞു തരുന്ന വളരെ വലിയ അനുശാസനങ്ങളുണ്ട്. അത് നടപ്പിലാക്കുക എന്നതാണ് മതപണ്ഡിതന്മാർ ഇതേവരെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. റെയറായിട്ടുള്ള കാര്യങ്ങളല്ല വിവാഹങ്ങൾ. ഈ 16 വയസ്സുള്ള വിവാഹങ്ങൾ ഏറെ നടക്കുന്നത് പിതാവിൻ്റെയോ അല്ലെ കുടുംബത്തിൻ്റെയോ അനിവാര്യത മാത്രമാണ്, അല്ല പെൺകുട്ടിയുടെ ആവശ്യമല്ല. പെൺകുട്ടി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മാത്രമല്ല വിവാഹം നടക്കുന്നത്. മറിച്ച് പിതാവിന്റെ മാത്രം നിർബന്ധത്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് ഇവിടെ മുജീബ് സൂചിപ്പിച്ചല്ലോ. ഇതിന് പ്രവാചകൻ ഒരു നിശ്ചിതമായ ബാരിക്കേഡ് നിശ്ചയിച്ചില്ല. പ്രവാചകൻ വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ ശരീഅത്ത് അവിടെ അങ്ങനെയാണ് കണ്ടത്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇതിന് ബാരിക്കേഡ്, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിഷ്കൃത സമൂഹങ്ങളിൽ ഈ പറയുന്ന 18 പോലുമല്ല. ഇപ്പൊ 18 പോലും ശാസ്ത്രീയമല്ലെന്ന് 2 വക്കീലന്മാരും ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നാളെ അത് മാറും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്രോസ് ലൈനുകൾ മാറ്റിവെക്കേണ്ടതല്ല വിവാഹപ്രായം.
അതിന് അതിൻ്റേതായ സാഹചര്യങ്ങളും സാമൂഹികമായ വികാസങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നവർ ആ പെൺകുട്ടിയും അവരുടെ മാതാപിതാക്കളുമാണ്. ഒരു കുട്ടിയും 15 വയസ്സിലോ 16 വയസ്സിലോ വിവാഹം കഴിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവളിൽ ഒരു അമ്മ മാതൃഭാവമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുമോ? ഉണ്ടാവുമെങ്കിലും അപക്വമായിരിക്കും. തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട്, നോട്ട് എ സയൻസ്. അപ്പോൾ ആ കുടുംബജീവിതം തുടങ്ങുമ്പോൾ ഒരുപാട് ശാരീരികമായിട്ട് ആരോഗ്യമുണ്ടാവണം, മാനസികമായിട്ട് പക്വത ഉണ്ടാവണം, സാമ്പത്തികം ഉണ്ടാവണം. അതിനെല്ലാം നേരിടാനുള്ള ഒരു മനോധൈര്യമുള്ള ഒരു പെൺകുട്ടി ആകണമെങ്കിൽ 20 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടിരുന്നതാണ്, റിട്ടയർ ചെയ്തു. അപ്പോൾ അവിടെ ഈ 17 വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഫൈസ സൂചിപ്പിച്ചൊരു അനിവാര്യമായ ഘട്ടം, അബദ്ധവശാൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും 16ാമത്തെ വയസ്സിൽ +1 +2 പഠിക്കുമ്പോൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കലാണോ നമ്മുടെ മുൻപിൽ? അല്ല, തീർച്ചയായിട്ടും അല്ല. അവരെ കൗൺസിൽ ചെയ്തിട്ട് അവരുടെ മനോഭാവം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക. അതിന് സമയം വരുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ രക്ഷിതാക്കളെ കൂടെ സമർത്ഥരാക്കുക. ഫൈസ, എനിക്കിനി അങ്ങ് സൂചിപ്പിച്ച അനിവാര്യ ഘട്ടത്തിന് ഒരു മൂർത്ത സ്വഭാവം കൈവരുന്നില്ല. ഒരു കുട്ടി കൂടെ പിറന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി അനാഥശാലയിലേക്ക് വിടണമെന്നാണോ ഈ നിയമത്തിന്റെ പരിരക്ഷ പറയുന്നത്? That's a very important question, പത്മകുമാർ. അതായത് ഈ നിയമം ശരിയായി വായിച്ചാൽ മനസ്സിലാകുക, അങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പിതൃത്വം അവരിൽ ആ ദമ്പതികളിൽ അല്ലെങ്കിൽ ആ ആണിലും പെണ്ണിലും നിശ്ചിതമാണ്. അത് ആ കുട്ടി നിയമവിധേയമായ ബന്ധത്തിലുണ്ടായ കുട്ടികളെ പോലെ അവരെ കരുതും, സ്വത്തിന്റെ കാര്യത്തിലും സംരക്ഷണത്തിന്റെ കാര്യത്തിലും. അല്ല തെരുവിലേക്ക് എറിയുന്നതിന് ഈ നിയമം അങ്ങനെ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം പരോക്ഷമായിട്ട് സംഭവിക്കുന്ന വെച്ചാൽ ഇത്തരം അഫേഴ്സുകളും ഇത്തരം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉഭകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക വീഴ്ചയും നിയമപരമായി സാധുവാക്കണം എന്ന സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. അല്ല, അങ്ങനെ ലൈംഗിക ചോദനയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരു വിഷയം. ലൈംഗിക ചോദനയാണെങ്കിൽ കോൾ സെന്റർ തുറക്കാൻ, അതായത് മറ്റ് പല രാജ്യങ്ങളിലുള്ള പോലെ സ്ട്രീറ്റുകൾ തുറക്കാൻ നാം നിർബന്ധിതമാകുന്ന അവസ്ഥ ഉണ്ടാകത്തില്ലേ? മറുപടി സർ, ഞാൻ ചോദിച്ച ചോദ്യം കോൾ സെന്ററുകൾ തുറക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതായത് ഒരർത്ഥത്തിലുള്ള ബോധവൽക്കരണങ്ങളും സ്വഭാവ സംസ്കരണ പ്രവർത്തനങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ ഈ ഞാൻ ഇങ്ങനെ അനിവാര്യം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിങ്ങനെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഏതായാലും തയ്യാറില്ല. കാരണം ആ അനിവാര്യം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ എല്ലാവർക്കും സാമാന്യ ബോധം കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് അതെ, താങ്കൾ മനസ്സിലായി എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടാണ് താങ്കൾ തന്നെ അത് വിശദീകരണം. അതെ, നേരത്തെ അത് വിശദീകരണം ഏറ്റെടുത്തത് താങ്കളാണ്. അതെ, അങ്ങനെ തന്നെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വിവാഹത്തിന് മുമ്പ് ഈ 16ലോ 15ലോ നടക്കുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക വീഴ്ചകൾ നിയമപരമായി അനുവദിക്കപ്പെടണമെന്നാണോ വക്കീൽ പറയേണ്ടത്? അങ്ങനെയാണോ? ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ വൈകി എത്തുന്ന വിവാഹങ്ങൾ നമ്മുടെ മെഡിക്കൽ സയൻസ് ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഏർലി മാരേജ് ആണ്, ഏർലി പ്രഗ്നൻസിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഏർലി പ്രഗ്നൻസിയും ഏർലി മാരേജും ഇന്ന് പ്രൊമോട്ട് ചെയ്തു തുടങ്ങി. കാരണം 20 വയസ്സിന് ശേഷമുള്ളതല്ലേ. അതായത് കേൾക്കൂ, അതായത് ഒരുപാട് വല്ലാതെ വൈകുന്നത് ഈ ഡൗൺ സിൻഡ്രം പോലെയുള്ള വളരെ വലിയ ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകൾ അവിടെയൊക്കെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ലവ് അഫെയർ പോലെയുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ പിതാവ് തന്നെ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ഏതെങ്കിലും വ്യക്തിപരമായ സാഹചര്യങ്ങൾ, കുടുംബപരമായ സാഹചര്യങ്ങൾ, അയാൾ വലിയൊരു മാരക രോഗത്തിന് വിധിക്കപ്പെട്ട അവസ്ഥയിലുണ്ടാവും. ഇയാൾക്ക് എൻ്റെ മോളെ സനാതനായിരിക്കെ തന്നെ വിവാഹം ചെയ്ത് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇതിന് 18 എന്ന് ബാരിക്കേഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകാവുന്ന സാമൂഹിക സാഹചര്യങ്ങളെയാണ് നമ്മൾ മുമ്പിൽ പറഞ്ഞത്. അതിലൊന്നാണ് ശ്രീ ഫൈസി നേരത്തെ സൂചിപ്പിച്ചത്, വിദ്യാഭ്യാസം ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്, ആരോഗ്യം യാഥാർത്ഥ്യമാണ്, ഒരു കുട്ടിയുടെ മെച്യൂരിറ്റി എന്ന് പറയുന്ന പറഞ്ഞതുകൊണ്ട് എല്ലാവരെയും 18ലോ 16ലോ കെട്ടിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ഞാൻ വിവാഹം കഴിക്കുന്നത് 27 ശേഷമാണ്. എൻ്റെ ഭാര്യ പിന്നെ BSc കഴിഞ്ഞിട്ട് BEdും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവാഹം നടക്കുന്നത്. എൻ്റെ സഹോദരിമാരെ മുഴുവൻ വിവാഹം നടന്ന ഡിഗ്രിക്ക് ശേഷമാണ്. അപ്പൊ ഇതൊക്കെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊന്നും മാറ്റണം എന്നല്ല പറഞ്ഞത്. 3 ഘടകങ്ങൾ പറഞ്ഞു, അനിവാര്യമായ ഘടകങ്ങൾ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചേക്കാം. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് ആരോഗ്യത്തിന്റെ ഒരു കാര്യമായ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട്, അതായത് പ്രജനന ആരോഗ്യം, അതുപോലെ തന്നെ സെക്ഷൽ ഹെൽത്ത്, ലൈംഗിക ആരോഗ്യം. ഇപ്പോൾ സ്വന്തം ശരീരത്തിന്മേൽ തീരുമാനമെടുക്കാൻ ഈ പ്രായമായ സ്ത്രീകൾക്ക് തന്നെ കഴിയുന്നില്ല. പിന്നെ ഈ ചെറുപ്രായത്തിലുള്ള ഈ സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തിന്മേൽ തീരുമാനമെടുക്കാൻ എത്രമാത്രം കഴിയും?
എന്ത് കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഈ ചെറുപ്രായത്തിലുള്ള ഈ പെൺകുട്ടികൾക്ക് സാധിക്കുമോ? ഇതൊക്കെ തന്നെയും നമ്മുടെ ആർട്ടിക്കിൾ 21 വയലേഷൻ തന്നെയാണ്. സ്വന്തം ശരീരത്തിന്മേലുള്ള അവകാശം, ജീവിക്കുവാനുള്ള അവകാശം ഇതിനകത്ത് വരുന്ന ഫൈസ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്. അച്ഛൻ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ മാരകമായ അസുഖത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അച്ഛന് മകളെ സനാഥയായിട്ട് മകളെ വളർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വിവാഹമല്ലാതെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ജെൻഡർ പറയേണ്ടി വരും. അതായത് ആൺകുട്ടിയെ കുറിച്ച് അച്ഛന് ആ കൺസേൺ ഇല്ലേ, പെൺകുട്ടിയെ കുറിച്ച് മാത്രമേ ഈ കൺസേൺ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ സാഹചര്യം പറഞ്ഞതുപോലെ ജാതീയത ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞതുപോലെ ചില യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യങ്ങൾ ഏതെങ്കിലും കാലത്ത് മാറെങ്കിൽ നമുക്ക് അന്നാലോചിക്കാം. യാതൊരു തരത്തിലുള്ള വിവേചനം പാടില്ല. യാഥാർത്ഥ്യങ്ങൾ എന്തെങ്കിലും മാറിക്കിട്ടുമെങ്കിൽ നമുക്ക് അന്നാലോചിക്കാം. പുതിയ തീരുമാനങ്ങളിലേക്കാണ് ശ്രീ ഫൈസിയെ പോലുള്ളവർ കടന്നു വരുന്നത്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് വിവാഹശേഷവും വിദ്യാഭ്യാസം നേടാം എന്നുള്ളതാണ്. ഈയിടയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കുട്ടി വരച്ച ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ഒരു പൂമ്പാറ്റയെ മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് അതിനോട് പറയുകയാണ് നീ ആകാശത്തോളം പറന്നുകൊള്ളുക എന്ന്. അതാണ് ഈ 16 വയസ്സിന് മുമ്പ് വിവാഹം നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചിട്ട് നീ ഇനി എത്ര വേണമെങ്കിലും പഠിച്ചുകൊള്ളുക എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ളതിന് സമാനമായി കടന്നു വരുന്നതാണ്. 18 വയസ്സിന് മുമ്പ് ഇതേപോലെ ഇനിയും അങ്ങനെ ഒരു സാഹചര്യം, അനിവാര്യമായ സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഇതേപോലെ ഒരു റൂള് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഒരു റൂള് നിലനിൽക്കെ അതിന് ആ റൂള് അത് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റിക്കുന്ന ആ ഒരു അവസ്ഥയാണോ മാറ്റേണ്ടത്, ആ റൂളാണോ മാറ്റേണ്ടത്? സ്വഭാവം മാറ്റേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇത്തരം സ്വഭാവങ്ങളൊക്കെ കൂടി വരുന്നൊരു ഘട്ടമാണ്. നമ്മളത് പരമാവധി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സുമാണ്. കുട്ടി മനസ്സിലാക്കുന്ന പോലെ നമ്മൾ ഇതൊന്നും അറിയാതെ ലോകം കാണാൻ നടക്കുകയല്ല. ഇവിടെ നടക്കുന്ന ഈ ലൈംഗികമായ അസാൻമാർഗികമായ പ്രവണതകൾ വളരുന്നതിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ വിധത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് അതൊന്നുമല്ല മോളെ. അതായത് ഇങ്ങനെ പിടിച്ച് നിർബന്ധമായി കെട്ടിക്കണമെന്നുമല്ല. ഏതെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ കുരിശുമായി വന്നു നിൽക്കുന്ന നിയമം ഇങ്ങനെ ഒരു അപ്രമാദിതത്വം കൽപ്പിച്ച് 18 തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അതിന് പാകമായ വിധം എന്താണ് അതിൻ്റെ നിയമപരമായ രീതികൾ എന്ന് ആലോചിക്കുകയും അത് വളരെ പക്വമായി കൈകാര്യം ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് ചിന്തിക്കുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചതല്ല. എന്താണ് പരിഹാരം? അതിനകത്ത് എന്ത് കടമയാണ് സംഘടനകൾക്കുള്ളത്? എന്താണ് ചെയ്തിട്ടുള്ളത്? ഏത് സാഹചര്യങ്ങൾ? ഈ സാഹചര്യങ്ങളുണ്ടല്ലോ, ഈ സാഹചര്യം അനിവാര്യ സാഹചര്യങ്ങൾ പോപ്പുലർ ആയാൽ, റെയർ ആണെന്ന് ഇപ്പോൾ പറഞ്ഞത്, അത് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യാൻ പറ്റുക? പോപ്പുലർ ആകുന്നതിൽ എല്ലാവരും കുറ്റക്കാരാണ്. ആര് കുറ്റക്കാരൻ? അത് മാറ്റേണ്ട നമ്മളല്ലേ? അപ്പോൾ അത് 18 ആക്കണ്ടേ? മുജീബ് റഹ്മാൻ, ഫൈസി പറയുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അടിസ്ഥാനമായുള്ള നിലപാട് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സാമൂഹികമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം വിവാഹപ്രായം നിശ്ചയിക്കാൻ. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, മനസ്സിലാക്കുന്നു. പക്ഷേ സമസ്തയുടെ നിലപാട് എന്ന് ഫൈസി പറയുന്നത് സാമൂഹികമായ ചില അനിവാര്യ ഘടകങ്ങൾ, അനിവാര്യ കാരണങ്ങളാൽ ചിലപ്പോൾ വിവാഹം നേരത്തെ നടന്നേക്കാം. അതിനെ നിങ്ങൾ നിയമത്തിൻ്റെ ബലികുടുക്കിൽ പെടുത്തരുത്. പക്ഷേ നമ്മൾ ഫൈസി തന്നെ പറഞ്ഞിടന്നാണ് ഞാൻ തുടങ്ങുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചില വലിയ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വേറെയുമുണ്ട്. നമ്മളിപ്പോൾ അപവാദങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അനിവാര്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ അനിവാര്യതകളെയും അപവാദങ്ങളെയും നിയമം മൂലവും ബോധവൽക്കരണം മൂലവും നമ്മൾ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിം സമൂഹത്തിനകത്ത് ഏറെ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ, റിമോട്ട് ഏരിയകളിൽ 14 15 വയസ്സുകളിൽ കല്യാണം കഴിയുന്ന മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞ വളരെ ശരിയാണ്, ആദിവാസി മേഖലയിലുണ്ട്, പിന്നാക്ക ജനവിഭാഗങ്ങളിലുണ്ട്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ നമ്മുടെ അനിവാര്യ സാഹചര്യത്തിലുണ്ടാകുന്ന അപവാദങ്ങളെക്കാൾ വലിയ പച്ചയായ യാഥാർത്ഥ്യമാണ് 15ലും 16ലും കല്യാണപ്പന്തലിലേക്ക് ആനയിക്കപ്പെടുന്ന പെൺകുട്ടികൾ വിവാഹിതരാവുകയും 1-2 മാസത്തിന് ശേഷം ഭർത്താക്കന്മാർ ഗൾഫിൽ പോവുകയും പരസ്പരമുള്ള സ്വരച്ചേർച്ചയില്ലായ്മയിൽ പലപ്പോഴും അത് വിവാഹമോചനത്തിലേക്ക് വരെ എത്തിപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം കോടതി കേസ് കെട്ടുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് രാജ്യത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ഞാൻ ഫൈസി പറഞ്ഞതിനെ നിരാകരിക്കുന്നില്ല. പക്ഷേ അത് മഹല്ലുകൾ തീരുമാനിക്കുന്നു 18 വയസ്സിന് ശേഷമാണ് വിവാഹം കഴിച്ചു കൊടുക്കുക. അത്തരം കേസുകളിൽ അകപ്പെടുന്ന കുട്ടികളെ രക്ഷിതാക്കൾ ബോധവൽക്കരിക്കുന്നു, അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നു. എന്നതിന് ശേഷവും അപവാദങ്ങളും അനിവാര്യതകളും ഉണ്ടാവുകയില്ലേ? അതെല്ലാറ്റിലുമില്ലേ?